ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തുണി 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 6.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അടുത്തത് ഞാൻ എടുക്കുന്നത് ആം ഹോളാണ്. ആം ഹോളും നമ്മൾ 6.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതൊരു 10 വയസ്സുള്ള കുട്ടിക്ക് കൃത്യമായിട്ടുള്ള അളവായിരിക്കും. ആം ഹോൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷോൾഡറും ആം ഹോളും തമ്മിൽ ഇതേപോലെ യോജിപ്പിക്കാം. പിന്നെ അടുത്തത് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് 8.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 9.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് എടുക്കുന്നത് നെക്കാണ്. നെക്ക് ഞാൻ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 3 ഇഞ്ച് അല്ലെ 3.25 നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കവും ഞാൻ 3 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ഇത് തമ്മിൽ നമുക്കൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ബാക്കിലും മുന്നിലും സെയിം നെക്ക് അളവിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റൗണ്ട് നെക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, അതിൻ്റെ താഴെ 2 ഇഞ്ച് നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് വെച്ചിട്ട് ആം ഹോൾ നമുക്കൊരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പായിട്ടൊരു 1/2 ഇഞ്ച് വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ ചെസ്റ്റിൻ്റെ താഴെ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നമ്മൾ ചെസ്റ്റ് എത്ര അളവാണോ എടുത്തത് 9.5 ഇഞ്ചല്ലേ, ആ ഒരു 9.5 ഇഞ്ച് വെച്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു തട്ടിക്കൊട്ട് ഡ്രസ്സാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കോട്ട് ഡ്രസ്സ് തയ്ച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന തുണി കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നത്. ഉള്ള തുണി വെച്ചിട്ട് ഞാനൊരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാനൊരു തട്ടിക്കൊട്ട് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടാൻ. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ അളവിലാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസിനെ നമുക്ക് 2 ഭാഗമാക്കാം. നടുക്കുന്ന ഇതേപോലെ കട്ട് ചെയ്ത് ഇതിനെ നമുക്ക് 2 ഭാഗമാക്കി എടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അതായത് 2 പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മുറിച്ചതിൻ്റെ ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് നമ്മളിപ്പോൾ 4ആയിട്ട് ഇതേപോലെ നീളത്തിലായിരുന്നു മടക്കിയത്. അതിന് ഞാൻ വീതിക്ക് മടക്കുകയാണ്. 4ആയിട്ട് തന്നെയാണ് ഉള്ളത്, പക്ഷേ വീതിക്കാണ് ഞാൻ മടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രില്ല് വരുന്നൊരു ടോപ്പാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യോക്ക് പോർഷൻ്റെ ഇരട്ടി തുണി വേണം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ 9.5 ഇഞ്ചാണ് യോക്ക് പോർഷൻ ഉള്ളത്. അപ്പോൾ തുണി വരുമ്പോൾ നമുക്ക് 19 ഇഞ്ച് വേണം. ഇത് 19 ഇഞ്ചിലും കുറച്ച് കൂടുതലുണ്ട്. ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുക്കുകയാണ്. ഇതിന് ഞാനിത് നടുക്കുന്ന കട്ട് ചെയ്തിട്ട് ഇതിനെ 2 പീസ് സെപ്പറേറ്റ് ആക്കുകയാണ്. അതാണ് ബാക്കിലേക്ക് വരുന്ന ഫ്രില്ല് വരുന്ന ഭാഗവും ഫ്രണ്ടിലേക്ക് ഫ്രില്ല് വരുന്ന ഭാഗവും 2ആക്കി എടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ നീളം എനിക്ക് കിട്ടുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ കിട്ടിയ തുണി എടുക്കുകയാണ്. ഞാൻ അടുത്തത് ഇതേപോലെ സൈഡിൽ നിന്ന് ഞാൻ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് തൂങ്ങിക്കിടക്കും ഇതുപോലെ ചെയ്തില്ലെങ്കിൽ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇത് തുണി നിവർത്തിയതിന് ശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിന് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ യോക്ക് പോർഷന് നമ്മൾ 2ആയി കട്ട് ചെയ്തിരുന്നു. അതുപോലെ ഈ ഫ്രില്ല് വരുന്ന ഭാഗവും ഞാൻ 2ആയി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് എനിക്ക് ഡ്രസ്സ് തയ്ച്ചതിൻ്റെ ബാക്കി വരുന്ന പീസ് കൊണ്ടാണ് ഞാൻ തയ്ക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 6.5 ഇഞ്ച് ആം ഹോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂട്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ആ 7 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ കോർണറിൽ തയ്യൽ തുമ്പിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് കർവ് ഷേപ്പിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അടയാളപ്പെടുത്തുന്നത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് 4.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 5.5 ഇഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നീളം ഇതിൽ നിന്ന് കിട്ടുന്നത് 7.25 ഇഞ്ചോളം എനിക്ക് നീളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സ് തയ്ച്ചിട്ട് ഇതേപോലെ നമുക്ക് ബാലൻസ് വരുന്ന തുണിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ നന്ന ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രോക്കൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് വേണ്ടത് 2 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളമുള്ള 2 പീസ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ പടിയായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എടുത്തു കൊടുക്കാം. അതുപോലെ നെക്ക് നമുക്ക് റൗണ്ടായിട്ടൊന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടിയിട്ട്
ഞാനിതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഫ്രണ്ടിൽ 2 പീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പീസിൻ്റെയാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് എടുക്കുക. അതിന് ശേഷം ഞാൻ ഫ്രില്ലിടുന്നത് മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നൂല് വലിച്ചിട്ട് ചെയ്യുന്ന ഫ്രില്ലില്ലേ, അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ പിടിച്ച് വലിച്ച് നമുക്ക് കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു പടി തയ്ക്കാനുള്ള ഒരു 1/2 ഇഞ്ച് നമുക്ക് ഫ്രില്ലൊന്നും ഇല്ലാതെ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു തറ്റയ്ക്ക് നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ച് എടുത്തിരുന്നു. അതും ഫ്രില്ലില്ലാതെ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്കിതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കുന്നേരം ഈ ഒരു ഫ്രില്ല് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ലെവലായിട്ടില്ലേ, ഒന്ന് ലെവൽ ചെയ്തിട്ടൊക്കെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് വരുന്ന ഒരു പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറ സൈഡ് വരുന്നതും ബാക്ക് സൈഡ് വരുന്ന ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 2 പീസാണ് വരുന്നത്. രണ്ടിനും സെയിം ആയിട്ട് തന്നെയാണ് ഫ്രില്ലിട്ടിട്ട് തയ്ച്ചത്. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന പീസും ഞാൻ സെയിം ആയിട്ട് തന്നെ ഫ്രില്ലിട്ട് തയ്ച്ചിട്ടാണ് ബാക്ക് വരുന്ന പീസ് ഒറ്റ പീസിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാനെന്നുള്ളത്. അപ്പോൾ അത് ലൈനിങ് വരുന്ന പീസായിരുന്നു. അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാത്ത വരുന്നതിൽ എങ്ങനെയാണ് നമുക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് കാണാതെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഡ്രസ്സിൻ്റെ ചീത്ത വശവും ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ല വശത്താണ് തയ്യൽ വരുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. 1/4 ഇഞ്ച് വെച്ചിട്ട് തന്നെ തയ്ക്കണം. 1/2 ഇഞ്ചിലൊന്നും പോകാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നല്ല വശം ഒന്നിച്ച് വെക്കുക. അതിന് ശേഷം ചീത്ത വശത്താണ് ഇനിയിപ്പോൾ സ്റ്റിച്ച് വരുന്നത്. അതും ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. ഇനി ഇവിടെ വരുന്ന ഈ ഒരു 1/4 ഇഞ്ച് വേണമെങ്കിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ പടി നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ 2 സൈഡിൽ ഞാൻ ഒരുപോലെ തന്നെയാണ് ഞാൻ പടി തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിരുന്നു. അപ്പോൾ അതിനെ ഞാൻ നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വെച്ച് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടിക്കലിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇത് തയ്ക്കുന്നതിന് നെക്കിന് കൃത്യമായി വെക്കരുത്. നെക്കിൽ നിന്നും കുറച്ച് മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാ തുണി വരികയാണെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ അടുത്തത് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇതിനെ മടക്കി തയ്ക്കാം. അതിന് വേണ്ടി ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വന്ന് ആദ്യം തയ്ച്ച സ്റ്റിച്ചിൻ്റെ മുകളിലാണ് അടുത്ത സ്റ്റിച്ച് വരേണ്ടത്. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ക്കുന്ന നേരം ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ 2 പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും താഴെ എക്സ്ട്രാ ആയിട്ട് പീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. 2 സൈഡിലും വന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്ക് അടിച്ച ഈ പടിയില്ലേ, അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നിൽ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ നമുക്കൊരു ബട്ടൺ വെക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തറ്റ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് താഴോളം തന്നെ ഒരേപോലെ തയ്ച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്കൊന്ന് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഇതേപോലെ സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം 1 ഇഞ്ച് ഇങ്ങനെ ഇതേപോലെ മടക്കി ഉള്ളിലേക്ക് മടക്കുക. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെയും നെക്ക് വരുന്നത് നമുക്ക് ഇതേപോലെയാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒന്നിച്ചാണ് വരിക. അതിന് ശേഷം ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇതുപോലെ 1 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്യുക. അതിനെ നമുക്ക് ഉള്ളിലേട്ടാക്കി മടക്കാം. എന്നിട്ട് ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം. എന്നാലേ ഇത് നമുക്ക് മറിച്ചിടുമ്പോൾ കൃത്യമായി കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്കിതാ ഇവിടെ നമ്മൾ ഇത് മടക്കിയിരുന്നു അത് നിവർത്തി കൊടുത്താൽ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് അതിനൊന്ന് മടക്കിയതിന് ശേഷം നമുക്കവിടെ തയ്ച്ചു കൊടുക്കാം. ഇതിനെ നമ്മൾ തയ്ക്കുന്നേരം പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തട്ട വെച്ചിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത്. ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അടുത്തത് ഞാൻ തയ്ക്കുന്നത് ഇത് നെക്ക് പതിച്ചടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം. റൗണ്ടായിട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം.
ഇനി അടുത്തത് നമുക്ക് സ്ലീവ് റൗണ്ട് ഒന്ന് മടക്കി തയ്ക്കണം. അരയിഞ്ച് ഇതേപോലെ ഉള്ളിലാക്കി മടക്കിയതിന് ശേഷം ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. 2 സ്ലീവ് ഒരേപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പടികൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വെച്ചത്. ആ 1 ഇഞ്ച് വെച്ചിട്ട് തന്നെ 2 സൈഡിലും നമുക്ക് തയ്ച്ചെടുക്കാം. അതുപോലെ താവ് നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കുകയും ചെയ്യാം. റൗണ്ടായിട്ട് നമുക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ പണി. അപ്പോൾ ഞാൻ ഇതേപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് സെൻറ്ററിൽ കുറച്ച് ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ അടുത്ത വീഡിയോ കാണാം. ബൈ.